ഈ പുതിയ ആളുകളെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ചിത്രം ഇപ്പോൾ മെയ് 17 എന്ന് പറയുന്ന ഡേറ്റ് അത് എനിക്ക് ഭയങ്കര ക്രൂഷ്യലായിട്ട് തോന്നി. കാര്യം അതിൻ്റെ തൊട്ട് തലേ ദിവസം ഇപ്പോൾ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പൃഥ്വിരാജും ബേസിൽ ജോസഫ് അഭിനയിച്ച സിനിമയുണ്ട്. അതെ, ഇതൊരു വലിയ പടമാണ്. പിന്നെ സുരേഷിന്റെ സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ, പിന്നെ 24-ാം തീയതി ടർബോ മമ്മൂട്ടിയുടെ. അപ്പോൾ ഇത്തരത്തിൽ വമ്പൻ ചിത്രങ്ങൾ അതിൻ്റെ മുമ്പും പിമ്പേ എപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ചിത്രം റിലീസ് ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടോ അതിൻ്റെ? അല്ല, ടെൻഷനുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഇപ്പം ആൾക്കാർ ഇത്രയും എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, ഞാനൊരു പ്രേക്ഷകനാണ്, വെളിയിൽ നിന്നത് വാച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എക്സൈറ്റിംഗ് ആണ്. കാരണം കാണാൻ പടങ്ങളുണ്ട്, നല്ല സിനിമകൾ തിയേറ്ററിലുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ ഫാമിലിയായിട്ട് ഔട്ടിങ്. ഇപ്പം ഇവിടെ നിന്നൊക്കെ പറഞ്ഞാൽ കൺവെൻഷണൽ രീതി ഓഫ് ഔട്ടിംഗ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു സിനിമയ്ക്ക് പോകുന്നു എന്നുള്ളത് ഒരു നമ്മൾ ഡിന്നറിന് പോകുന്നു എന്ന് പറയുന്ന പോലെ തന്നെ സിനിമയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഔട്ടിങ്ങാണ്. അപ്പം നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത് എപ്പോഴും നല്ലതല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇടയ്ക്ക് ഇപ്പം പ്രേമലവും ഭ്രമയുഗവും എല്ലാം ഒരുമിച്ച് വന്നപ്പം നമ്മളെല്ലാം കാണാനുള്ളൊരു കൊതിയും. അപ്പം അതുപോലെ എല്ലാത്തിനും പിന്നെ എല്ലാം ഡിഫറെൻറ്റ് ജോണേഴ്സാണ്. ഇപ്പം ഗുരുവായൂർ അമ്പല നടയിൽ വേറൊരു ജോണറാണ്, നമ്മുടേത് എൻറ്റയർലി ഡിഫറെൻറ്റ് ജോണർ. ടെർബോ വേറൊരു ജോണറാണ്, ഒരു ആക്ഷൻ മാസ് സാധനമാണ്. നമ്മുടേത് ഹൊറർ ഫാൻറ്റസി. അപ്പം അങ്ങനെ ജോണർ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഇറങ്ങുന്നുമില്ല. നമുക്ക് നമ്മുടേതായ ഒരു ചെറിയ സ്പേസ് ഉണ്ടെങ്കിലും ആ സ്പേസ് മതി എന്നുള്ളൊരു വിശ്വാസമാണ്. ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ, ഈ മ്യൂസിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഒരു ശ്രദ്ധേയമായിട്ടുള്ള എലമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. മറ്റ് ഓഡിയോ ലോഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എപ്പോഴായിരിക്കും ഇനി? ഇന്ന് വൈകിട്ട് ലുലു, നമ്മുടെ ട്രിവാൻഡ്രം ലുലുവിൽ ഒരു ഓഡിയോ ലോഞ്ച് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ചെറിയൊരു ലോഞ്ച് ഉണ്ടായിരുന്നു അവിടുത്തെ ലുലുവിൽ. ഇന്ന് ഇവിടെയും ഉണ്ട്. അപ്പോൾ മറ്റ് പ്രൊമോഷൻ പരിപാടികൾ ഇപ്പോൾ ഒരു ആക്റ്റീവായിട്ട് സ്റ്റാർട്ട് ആയതേ ഉള്ളൂ. അതെന്താണ് പ്രൊമോഷൻ മനഃപൂർവ്വം? നമ്മൾ നേരത്തെ ആക്ച്വലി അത്യാവശ്യം നേരത്തെ തുടങ്ങി. പിന്നെ നമ്മൾ ഇത് അറിഞ്ഞു വരുന്നത്, നമ്മൾ എത്ര ചെയ്താലും അത് അറിഞ്ഞു വരുന്ന ഒരു സമയം എടുക്കുമല്ലോ. നമ്മൾ എങ്ങനെയൊക്കെ കാരണം ഇത് ആൾക്കാരുടെ ഫീൽഡിൽ എത്തണം, അങ്ങനെ എത്തി. പിന്നെ തീർച്ചയായിട്ടും മാർക്കറ്റിംഗ് എപ്പോഴും വേറൊരു രീതിയിൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് തുടങ്ങുന്നത് സിനിമ ഇറങ്ങിയതിന് ശേഷം കുറച്ചും കൂടെ വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യേണ്ടതാണ് സിനിമകൾ. നമ്മൾ അതുവരെ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ചെയ്യണം എന്നുള്ളത് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ്. ഇതിൻ്റെ ഈ ബുക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എപ്പോഴായിരിക്കും കൂടുതൽ? തീർച്ചയായിട്ടും ഇന്നോട്ട് തുടങ്ങും. ബുക്ക് മൈ ഷോയിൽ ഇന്ന് തൊട്ട് തിയേറ്റർ ലിസ്റ്റ് നമുക്ക് കിട്ടി. അപ്പോൾ എല്ലാം ഷോസ് എല്ലാം വന്ന് തുടങ്ങും. ഇനിയിപ്പോൾ ബുക്കിംഗ് ആൾക്കാർ ചെയ്യാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.